വെക്കേഷൻ ദിനങ്ങൾ അവസാനിക്കാറായപ്പോൾ ഈ ഒരു ശനി ഞായർ മൂന്നാറ് വളരെയധികം തിരക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് അത്ര തിരക്കില്ലാത്ത സ്പോട്ടുകൾ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. ഇന്ന് നമ്മൾ പോയ എവിടെയും ട്രാഫിക് ബ്ലോക്കോ അതല്ലെങ്കിൽ ക്രൗഡിന്റെ ഒരു റഷോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഫാമിലിയായി വളരെ റിലാക്സ് ചെയ്ത് വരാൻ പറ്റത്തിലുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫുള്ള് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പരിചയപ്പെടുന്നത്. ബാക്കിൽ കാണുന്നത് കോട്ടാസ് ഫൺ ഫാം ആണ്. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്ത് പോകും. ഓരോ സ്ഥലത്തെയും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പരിചയപ്പെടുത്താം. ഹായ്. ഇപ്പോൾ ബാലി സ്വിങ്ങിലേക്ക് പോവാണ്. ബാലി സ്വിങ് ഏതാണ്ട് ഒരു 30 മീറ്റർ താഴ്ചയുള്ള ഒരു പുഴയിലേക്ക് നമ്മളിങ്ങനെ ബാലി സ്വിങ്ങിൽ ഇങ്ങനെ പോകുന്നതാണ് ആദ്യം കാണുന്നത്. ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ബ്രിക്ക് വാക്സ്, ടയർ വാക്ക്, കമാൻഡോ നെറ്റ്, വാട്ടർ സൈക്ലിംഗ്, കയാക്കിംഗ്, ബൗൾ ബോട്ടിംഗ്, ട്രംപോളിംഗ് തുടങ്ങി ഒട്ടനവധി ആക്ടിവിറ്റീസ് മുതിർന്നവർക്കും കുട്ടികൾക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ വേനൽക്കാലത്തായതുകൊണ്ട് വെള്ളം അധികം കുറവാണ്. മഴക്കാലത്താണെങ്കിൽ ഇതായിരിക്കും റിപ്പിൾ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി. സേഫ്റ്റി ബെൽറ്റുകളെല്ലാം ഇട്ടുകൊണ്ട് ജവാൻ ഓഫ് വെള്ളിമല എന്ന സിനിമ ഷൂട്ട് ചെയ്ത പൊന്മുടി ഡാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലം. ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കും കളിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയയാണ്.
ഹായ്, ഇതാണ് ഇവിടുത്തെ ടെന്റ് ഹൗസ്. നമുക്ക് ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. നമ്മൾ ഇന്ന് പോകുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന റൂട്ടിലൂടെയാണ്. മൂന്നാറ്, രാജാക്കാട്, ദേവികുളം റൂട്ടിലുള്ള ഗ്യാപ്പ് റോഡാണ്. രണ്ടു വശങ്ങളിലും നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. കുറച്ചു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ ഏലത്തോട്ടവും മഞ്ഞിൽ പുതഞ്ഞ മലനിരകളുമാണ് നമുക്കിവിടെ കാഴ്ച. നമ്മൾ വളരെ മനോഹരമായ ഏലത്തോട്ടങ്ങളിലൂടെ ഗ്യാപ്പ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ്. മൂന്നാറിൽ വന്നിട്ട് തേയിലത്തോട്ടം ഇല്ലെങ്കിൽ എന്താല്ലേ. ഇപ്പൊ ഇവിടെ മനോഹരമായ പല പല തോട്ടങ്ങളാണ്. ഇങ്ങനെ ക്യാമറ തിരിച്ചാലും ഫ്രെയിമിൽ മുഴുവൻ തേയിലത്തോട്ടാണ്. കണ്ടില്ലേ? തേയിലത്തോട്ടത്തിന്റെ ഒത്ത നടുക്കിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മളിപ്പോ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് മൂന്നാറിലെ. അതിലൊരു ഏറുമാടം സെറ്റപ്പ് ഉണ്ട്. നമുക്കൊന്ന് മുകളിൽ പോയിട്ടൊരു വ്യൂ കാണാം. ഇവിടെ വൈകിട്ട് 7 മണിക്ക് ലേസർ ഷോയും 7:30 DJ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ കോടമഞ്ഞ് പുതഞ്ഞ ഹൈഡൽ പാർക്കിലാണ്. ബ്ലോസം ഹൈഡൽ പാർക്ക്, ഗവൺമെന്റിന്റെ ബ്ലോസം ഹൈഡൽ പാർക്കിലാണ്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. നോ മഴ, നോ വെയില്, ഓൺലി കോട. ഇവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, സ്കൈ സൈക്ലിംഗ് ഉണ്ട്, ഫിഷ് സ്പാ ഉണ്ട്, പിന്നെ കുട്ടികളുടെ പാർക്ക് ഉണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ, പല ഫ്ലേവറുകളുള്ള കോഫി, ടീ, വൈൻ തുടങ്ങിയ ഐറ്റംസ് ആണ് ഈ ഷോപ്പിലുള്ളത്. ഇവിടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു നല്ലൊരു ബസ് സ്റ്റോപ്പ് പോലെ ഒരു വ്യൂ പോയിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ട്രെയിനിന്റെ മോഡലിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ബാക്കിൽ നോക്കിയാൽ അറിയാം, ഫുള്ള് കോടയാണ്, ഒന്നും കാണാനില്ല. അത്രയും നല്ല ഒരു കോട കയറിയിരിക്കുന്ന ഒരു സമയമാണിത്. പിങ്ക് കഫേ എന്ന പേരിൽ ബസ്സിന്റെ രൂപത്തിലുള്ള ഒരു കഫേ ഷോപ്പും ഇവിടെയുണ്ട്. ആന സവാരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ കാരണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനോഹരമായ യാത്രകൾ തീരാതിരിക്കട്ടെ. അടുത്ത വ്ളോഗിൽ കണ്ടുമുട്ടാം. താങ്ക് യു.